സ്വാഗതം ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഈ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ CPM-നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പിനായിരിക്കും. കാരണം CPM-ൻ്റെ ഒരു സഹയാത്രികനായി നിന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ ഉള്ളിലെ കളികളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അവിടം വിട്ടിറങ്ങുന്നത്. ഒടുവിൽ തൻ്റെ പഴയ തറവാട്ടിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും. അതുകൊണ്ട് തന്നെയാണ് ABC താങ്കളെ തേടി എത്തിയതും. ഇപ്പോൾ നമ്മൾ ഈ പഴയ ചില CPM-ൻ്റെ നേതാക്കന്മാർ, ഇത്തിരി മൂല്യമുള്ളവർ, അവരെ പോലും പുറത്താക്കുന്ന ഒരു രംഗമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20 വർഷമായി CPM-ൻ്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട ഒരാളാണ്. അതിനു മുമ്പ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരിട്ട് ഇടപെട്ട പല കാര്യങ്ങളും, രഹസ്യ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ശരിയുമല്ല. കാരണം എന്നെ വിശ്വസിച്ച് CPM നടത്തിയ പല കാര്യങ്ങളും പുറത്തു പറയുന്നത് മര്യാദകരമാണ്. പക്ഷേ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ CPM-ൻ്റെ ഉള്ളിലെ അന്തർനാടകങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. CPM-ൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് വെട്ടിനിരത്തലാണ്. അത് EMS-ൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ആദ്യം MP രാഘവനെ വെട്ടിനിരത്തി, KR ഗൗരി വെട്ടിനിർത്തി. അത് EMS അഖിലേന്ത്യാ സെക്രട്ടറിയും അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ഇവർ തന്നെയാണ് അതിൻ്റെ പ്രധാന ആളുകൾ. നായനാർ അതിനകത്ത് ഒരു വേഷം കിട്ടിയ ആൾ എന്നപ്പുറമൊന്നും പ്രാധാന്യമില്ല. അത് കഴിഞ്ഞ് EMS-ലെ തന്നെ വെട്ടിനിരത്തുന്ന അവസ്ഥയിലേക്ക് അച്യുതാനന്ദൻ വളർന്നു. കാരണം അച്യുതാനന്ദന് ഒരിക്കൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരാൾ തോറ്റപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഇപ്പം അച്യുതാനന്ദൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ആളാവണമെന്ന് അച്യുതാനന്ദൻ നിർബന്ധമാണ്. EMS നിർദ്ദേശിച്ചത് സുശീല ഗോപാലിനെയാണ്. പക്ഷേ അച്യുതാനന്ദൻ സമ്മതിച്ചില്ല. നയനാരെ പിടിച്ച് കൊണ്ടുവന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി. സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം കിട്ടി. നയനാർ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് EMS ഒതുക്കപ്പെട്ടു. EMS വന്നതിന് ശേഷം പിണറായി വിജയനെ അച്യുതാനന്ദൻ തന്നെ കൊണ്ടുവന്നു. പിണറായിയുടെ സഹായം കൊണ്ട് തന്നെയാണ് ഈ അച്യുതാനന്ദൻ തൻ്റെ ശത്രുക്കളെ മുഴുവൻ വെട്ടിയരച്ചത്. CITU ലോബി എന്ന് പറയുന്ന ആളുകൾ, KN രവീന്ദ്രനാഥ്, അതുപോലെ തന്നെ MM ലോറൻസ് തുടങ്ങി കുറേ ആളുകൾ വെട്ടിനിർത്തി. അതിന് ആദ്യകാലത്തിൽ പിണറായിയുടെ സഹായം ഉണ്ടായി. അത് കഴിഞ്ഞ് 2004 ഒക്കെ ആയപ്പോൾ മലപ്പുറം സമ്മേളനം വന്നപ്പോൾ അച്യുതാനന്ദൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പൂർണ്ണമായി പിണറായി വിജയൻ വാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിണറായി വിജയനെ മാറ്റാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്ത് ഒരു ഗൂഢാലോചന നടന്ന് ഭൂരിപക്ഷം നേടി 12 പേരെ പുതിയതായി കൊണ്ടുവന്ന് ഭൂരിപക്ഷം നേടി PK ഗുരുദാസിനെ ആക്കാനാണ് ആലോചിച്ചത്. പക്ഷേ തന്ത്രപൂർവ്വം അത് മനസ്സിലാക്കിയ പിണറായി വിജയൻ കണ്ണൂർ ലോബിയുടെയും സ്ഥലങ്ങളിൽ നടത്തിയ അട്ടിമറിയുടെ ഭാഗമായിട്ട് അച്യുതാനന്ദൻ്റെ കള്ളക്കളി പൊളിച്ച് പിണറായി വിജയൻ ജയിക്കുകയും മിന്നൽ പിണറായിയായി മാറുകയും ചെയ്തു. പിന്നെ പോളിറ്റ് ബ്യൂറോയുടെ സഹായം കൊണ്ടാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത്. പിന്നീട് ഇങ്ങോട്ട് പിണറായിയുടെ നേതൃത്വം വളരുകയും ഏറെക്കുറെ അച്യുതാനന്ദൻ നിഷ്കാസിതനാവുകയും ഇപ്പോൾ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതേ സന്ദർഭങ്ങളിൽ തന്നെ CPM-ൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനിന്ന് ഇട്ട ഒരു പോസ്റ്റ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സ്വയം പിന്മാറാൻ സുരേഷ് കുറുപ്പ് തയ്യാറായതിനെക്കുറിച്ചാണ്. സുരേഷ് കുറുപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി ദുഃഖിതനാണ്. KSUവിൻ്റെ കാലഘട്ടത്തിൽ, ഞാനൊക്കെ KSUവിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സെക്രട്ടറി. കോടിയേരി ബാലകൃഷ്ണൻ ഒരു സൗമ്യ മുഖമായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി വന്ന സുരേഷ് കുറുപ്പ് ആളുകളോടും ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെയും വശ്യമായ പുഞ്ചിരിയിലൂടെയും വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന SFIയുടെയും KSFിൻ്റെയൊക്കെ ഒരു വിറങ്ങലിച്ച മുഖം മാറി ഒരു പുതിയ മുഖം വന്നു. 84 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SFI പ്രസിഡന്റ് സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചു. ഞങ്ങളെല്ലാം കരുതിയത് സുരേഷ് കുറുപ്പ് ഒരു ചാവേറാണ്, തോറ്റുപോകുന്നതാണ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തിന് ശേഷം ഇന്ദിരാഗാന്ധി അലയടിച്ചുയർന്ന സന്ദർഭത്തിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ 18ലും UDF വിജയം നേടിയപ്പോൾ UDFിൻ്റെ കോട്ടയായിരുന്ന കോട്ടയത്ത് സുരേഷ് കുറുപ്പ് അട്ടിമറി വിജയം നേടി. പിന്നീട് സുരേഷ് കുറുപ്പ് കോട്ടയത്ത് തന്നെ പലതവണ ജയിച്ചു. ഏറ്റുമാനൂർ, ഇപ്പോഴത്തെ ഏറ്റുമാനൂരല്ല, ഇപ്പോഴത്തെ ഏറ്റുമാനൂരിൽ കുമരകം, തിരുവാർ തുടങ്ങിയ കോട്ടയത്തിൻ്റെ ഭാഗമായ ഈഴവ കേന്ദ്രങ്ങൾ, CPM കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് ഏറ്റുമാനൂർ ഇപ്പോൾ വാസവം വന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പഴയ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസോ കേരള കോൺഗ്രസോ മാത്രം ജയിക്കുന്ന സ്ഥലമാണ്. അവിടെ 2 തവണ ജയിച്ചു സുരേഷ് കുറുപ്പ്. അപ്പോൾ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് ആവശ്യമുള്ള ആളായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റി 35 വർഷം ജില്ലാ കമ്മിറ്റി പോകും. സുരേഷ് കുറുപ്പ് വന്നതിന് ശേഷം പാർട്ടിയിൽ അംഗമായ അല്ലെങ്കിൽ SFIയിൽ പോലും അംഗത്വമില്ലാത്ത ആളുകളെല്ലാം ഇന്ന് സംസ്ഥാന
കമ്മിറ്റി അംഗമല്ല, മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി. ഉദാഹരണം ഞാൻ പറയാം. പോളിറ്റ് ബ്യൂറോ വിജയരാഘവൻ, അദ്ദേഹം SFIയിൽ സുരേഷ് ഗോപിൻ്റെ ജൂനിയറാണ്. ശൈല ടീച്ചർ, രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്, അവർ ജൂനിയറാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ജൂനിയറായ ആളുകളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സെക്രട്ടറി മെമ്പർമാർ. KN ബാലഗോപാലാണെങ്കിലും P രാജീവ്, ഏറ്റവും ലേറ്റസ്റ്റ് മുത്തലം ദിനേശൻ, വളരെ കുട്ടിയായിരുന്ന സ്വരാജ് വരെ വന്നു. അപ്പോഴും 35 വർഷമായി ജില്ലാ കമ്മിറ്റിക്ക് കിടക്കുകയാണ്. ഇവരെല്ലാം അങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോ വന്നിട്ടും സുരേഷ് കുറുപ്പിന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്വം പോലും കൊടുത്തില്ല. അതാണ് സംഘടനാപരമായി. പിന്നെയും അദ്ദേഹം കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് വന്ന സമയത്ത് സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂർ MLA ആണ്. സാധാരണഗതിയിൽ ഒരു സമുദായ സമവാക്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുമല്ലോ. ഇവിടെ സുരേഷ് കുറുപ്പിൻ്റെ സമുദായത്തിൽപ്പെട്ട P രാമകൃഷ്ണനെ അദ്ദേഹം മലപ്പുറം ജില്ലയാണ് സ്പീക്കറാക്കി. മന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആദ്യമായി വരുന്ന C രവീന്ദ്രനാഥിനെ അദ്ദേഹം പുതുക്കാടിൽ ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹം കോളേജ് അധ്യാപകൻ മാത്രമാണ്, ശാസ്ത്രായുധ പരിഷത്തിൽ കൂടെ വന്ന ആളാണ്. അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പോൾ ദുഃഖം കടിച്ചമർത്തി ഈ സുരേഷ് കുറുപ്പിന് നിയമസഭയുടെ പിൻബെഞ്ചിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഇത് മടുത്തപ്പോൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പോലോ ഒന്നുള്ളതല്ല, ജില്ലാ കമ്മിറ്റി ഇരുന്ന് എന്തിനാണ് വേറെ ഇറങ്ങി നശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സമ്മേളനം വന്നപ്പോൾ സുരേഷ് കുറുപ്പ് മാന്യനായതുകൊണ്ട് പറഞ്ഞു, എന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവാക്കണം. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവായി എന്നുള്ളതാണ്. അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ദുഃഖമല്ല, ഒരു ശക്തമായ പ്രതിഷേധമുണ്ട്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സുരേഷ് കുറുപ്പിനെ ഒതുക്കി മൂലക്കിരുത്തുകയായിരുന്നു എന്ന് പുറത്തു വന്നത് സുരേഷ് കുറുപ്പ് സ്വയം മാറിയപ്പോഴാണ്. ഇതുപോലെയാണ് സിന്ധു ജോയി SFIയുടെ തീപ്പൊരി നേതാവായിരുന്നു. SFIക്ക് ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ശാസ്ത്രീയ സമരം നടന്നപ്പോൾ അവിടെയാണ് SFI ഒന്ന് പെട്ടെന്ന് പൊട്ടി വളർന്നത്. അപ്പോൾ സിന്ധു ജോയി പ്രസിഡൻ്റാണ്. അന്ന് ശാസ്ത്രീയ സമരത്തിൽ ഗ്രനേഡ് വീണ് സിന്ധു ജോയിയുടെ കാല് ഒടിയുന്നത് മാത്രമല്ല ചെതറിപ്പോയി മനസ്സിൽ. ഞാനന്ന് കാണാൻ പോയാലാണ്. ആശുപത്രി എത്രയോ മാസങ്ങൾ കിടന്നു. നടക്കാൻ ഈ കൈകുത്തി 6-7 മാസം നടക്കേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് എത്രയോളം ജയിലിൽ പോയി. ആ സിന്ധു ജോയിക്ക് KV തോമസിനെതിരെ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായ എറണാകുളത്ത് ലോക്സഭാ സീറ്റ് കൊടുത്തു. അവിടെ 1 ലക്ഷത്തിനാണ് പരാജയപ്പെടുന്നത്. വെറും 10,000 വോട്ടിനാണ് സിന്ധു ജോയി തോറ്റത്. ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ട പുതുപ്പള്ളിയിൽ വീണ്ടും ഒരു ചാവേറാവാൻ സിന്ധു ജോയി ഇറക്കി. എൻ്റെ ഭൂരിപക്ഷത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ മുന്നാണ് ജയിച്ചു. പക്ഷെ എങ്കിൽ പോലും അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊന്നും സിന്ധു ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല. ഞാനൊക്കെ കരുതിയത് ഒരു വനിത എന്നുള്ള നിലയിലും അല്ലാതെ സിന്ധു ജോയിക്ക് മാന്യമായ ഒരു പദവി സീറ്റ് കൊടുത്തില്ല. അതേസമയം പാർട്ടിക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാതിരുന്ന, പാർട്ടി അംഗമാണെന്നൊന്നും അറിയില്ല, ഒരു കോളേജ് അധ്യാപികയായിരുന്ന TN സീമ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആവുകയാണ്. എല്ലാവരും ഞെട്ടി. അതേ വർഷം തന്നെ പാർട്ടി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ മഹിള നേരെ എന്താവുകയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയാണ്. പിന്നെ വട്ടിയൂർക്കാവിൽ മത്സരിച്ചു. അതൊക്കെ പിന്നീട്. അത് കഴിഞ്ഞപ്പോൾ രാജ്യസഭാ അംഗമായി. രാജ്യസഭാ അംഗം തീർന്ന ശേഷമാണ് വട്ടിയൂർക്കാവ് മത്സരിക്കുന്നത്. അതെ. പിന്നെ ഇപ്പോൾ നവകേരള കർമ്മപദ്ധതിയുടെ കോർഡിനേറ്ററാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം സീമയ്ക്ക് പരിഗണന കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്തപ്പോൾ സിന്ധു ജോയിയുടെ മനസ്സ് വേദനിച്ചു. കാരണം എന്താ, സിന്ധു ജോയി SFI കഴിഞ്ഞപ്പോൾ DYFയുടെ ഭാരവാഹിത്വം കൊടുത്തില്ല. അങ്ങനെ വിറങ്ങലിച്ച മനസ്സുമായി മനവേദനയോട് കൂടിയാണ് CPM വിടാൻ സിന്ധു ജോയി തീരുമാനിച്ചത്. മാത്രമല്ല അവർ അനാഥയാണ്, മാതാപിതാക്കൾ മരിച്ചുപോയി, പാർട്ടിയെല്ലാം സംരക്ഷിക്കാൻ ആരുമില്ല, വിവാഹിതയല്ല, സാമ്പത്തിക ശേഷിയില്ല. ആ കാലം നിരാലംബയായി നിൽക്കുന്ന ആൾക്ക് വേറെ മാർഗമില്ലാതാണ് കോൺഗ്രസിൽ പോയി. കോൺഗ്രസിൽ ചെന്നപ്പോൾ അവർ കിട്ടിയത് യുവജന കമ്മീഷൻ ചെയർമാനാണ്. സാമ്പത്തികമായ ശേഷിയുണ്ട്, പക്ഷേ കോൺഗ്രസുമായി പൊരുത്തപ്പെട്ട് പോയാൻ കഴിയാത്തത് കൊണ്ട് അവർ ഭക്തിമാർഗത്തിലേക്ക് പോയി. അങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടെത്തി ഇപ്പോൾ സുഖമായിട്ട് ലണ്ടനിൽ കഴിയുന്നു. അപ്പം സുരേഷ് കുറുപ്പിനെയും സിന്ധു ജോയിയെയും ക്രൂരമായി വട്ടിനിരത്തി. ഇത് മാത്രമല്ല, എത്രയോ ആളുകൾ ഈ സമ്മേളനത്തിൽ, കൊല്ലം സമ്മേളനത്തിൽ വസന്തൻ, PR വസന്തൻ എന്ന് പറഞ്ഞ DYFയുടെ പ്രസിഡൻ്റായിരുന്നു. അതായത് 25 വർഷം മുമ്പ്. അന്ന് സെക്രട്ടറിയായ ശശിധരനെ സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഡീഗ്രേഡ് ചെയ്ത് രാജ്യ കമ്മിറ്റിയിൽ അങ്ങോട്ട് വിട്ടു. അതേസമയം CKP പത്മനാഭൻ അന്ന് DYFയുടെ നേതാവായിരുന്നു. ഇതേക്കുറിച്ച് MLA ആയിരുന്നു, 1 വർഷം വെച്ച് കേൾക്കാനില്ല. PR വസന്തൻ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി ഏരിയ കമ്മിറ്റിയിലാണ് പോയി. അപ്പോൾ എന്തോന്നും കരുതത്തില്ല നേതാക്കന്മാർക്ക്. ജില്ലാ രാഷ്ട്രീയമാണോ സംസ്ഥാന രാഷ്ട്രീയമൊന്നുമല്ല, കുറേ ആളുകളെ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഒരു കാലത്ത് DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു TP ദാസൻ. അദ്ദേഹം പേരായി കുറച്ച് ആൾ, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനില്ല. അപ്പോൾ UP ജോസഫ് SFIയുടെ നേതാവായി കേൾക്കാനില്ല. അതേസമയം അവരെല്ലാം മാറിയിട്ട് അടുത്ത കാലത്ത് വന്ന CPM കോൺഗ്രസ് പോലെയൊന്നുമല്ല. കോൺഗ്രസിലാണെങ്കിൽ സീനിയോറിറ്റി കടന്ന് പലരും പോകാറുണ്ട്.
CPM ഒരു സംഘടനാ സ്ട്രക്ചർ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കൊണ്ട് സീനിയോറിറ്റിക്ക് വലിയ ഘടകമാണ്. പടിപടിയായി മാത്രമേ വളരാൻ പറ്റുള്ളൂ. സീനിയോറിറ്റി എല്ലാം ലംഘിച്ചുകൊണ്ട് പുതുതായി വന്നവരെല്ലാം മന്ത്രിസഭയിൽ, പുതുതായി വന്നവരെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതേസമയം 25 വർഷം മുമ്പ് DYFI SFI നയിച്ച ആബൽസന്ധിയിൽ DYFI SFI ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുന്ന കോൺഗ്രസിൻ്റെ കുത്തക ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിനെ തകർക്കാൻ ഇറങ്ങിയ ആളുകൾക്കൊന്നും ആ സംഘടനയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏരിയ സമ്മേളനം നടന്നു വരുമ്പോൾ കാണുന്ന പ്രതിഭാസം. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് വരണം, സംശയമൊന്നും വേണ്ട. പുതിയ തലമുറ വരുന്നതോടൊപ്പം തന്നെ പഴയ തലമുറയെ നിലനിർത്തുകയും വേണം. ഇവിടെ മൂല്യബോധമുള്ള ഒരാളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് കുറുപ്പ്. ജി സുധാകരൻ്റെ പ്രായപരിധി കഴിഞ്ഞുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹവും നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിരമിച്ച ആളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അതെ ഒരു പുതിയ ആശ്രിത സമൂഹം ഇവിടെ വളരുകയാണ്. അതായത് പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ പ്രവർത്തിച്ച് ത്യാഗപൂർണമായി പ്രവർത്തനം നടത്താതെ തന്നെ പുറംവാതിലൂടെ വരുന്ന ഒരു നേതൃത്വം എല്ലാ സ്ഥാനങ്ങളിലും കൈയടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായി ഇപ്പോൾ CPM മാറിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള CPMലേക്കാണല്ലോ ഈ സരിനെ പോലുള്ളവരൊക്കെ കയറി വന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം സ്പേസ് കിട്ടാനാണ് സാധ്യത? സരിൻ സത്യം പറഞ്ഞാൽ പാവമാണ്. സരിന് ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് ആരോ പറഞ്ഞു വെച്ചു. അവസാനം രാഹുൽ മാങ്കുട്ടത്തിൽ വന്നപ്പോൾ അപ്പോഴത്തെ ഒരു വിഭ്രാന്തി ചാടിപ്പോയതാണ്. ഒരു മരണക്കിണറിലാണ് താൻ ചെന്ന് പെട്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം കുറേ കഴിയുമ്പോൾ സരിന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.